നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തിനടുത്ത് പാറക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പ്രിയപ്പെട്ട സഹോദരൻ്റെ വീട്ടിൽ. സഹോദരൻ അറിയാലോ, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പട്ടാളത്തുകാരനാവണം, നടക്കാതെ പോയ സ്വപ്നം. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അതിർത്തി കാക്കുന്ന ഒരു പട്ടാളത്തുകാരൻ്റെ വീട്ടിലാണ്. അദ്ദേഹം ലീവിന് വന്ന സമയത്ത് അദ്ദേഹം രാവിലെ നോക്കിയപ്പോൾ അടുക്കളയിൽ ഗ്യാസ് കുറ്റിയുടെ ഇടയിലോട്ട് ഒരു അതിഥി കയറിപ്പോയിരുന്നു. ആ സമയം തൊട്ട് അദ്ദേഹം ആ ഗ്യാപ്പെല്ലാം അടച്ചിട്ട് അവിടെ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, പിന്നിലാണ്. അപ്പോൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളതിലേക്ക് അദ്ദേഹം അടുക്കളയിൽ നിൽക്കുകയാണ്. പോകാൻ നമുക്ക് നമ്മുടെ ആ സ്ഥലം ആരാണെന്ന് നോക്കാം. നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. ഒത്തിരി പേരുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച കണക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ച പുള്ളിക്കാരനും ഫാമിലി എൻ്റെ പറഞ്ഞാൽ ആരുമില്ല, ഞങ്ങൾ 2-3 നേരം ഉള്ളെന്ന്. ഇവിടെ വന്നപ്പോൾ റൂമിൽ കല്യാണം പോലെ ആളാണ്. സൂപ്പർ, ഒരു രക്ഷയില്ല. നമസ്കാരം, സുഖമായിരിക്കുന്നല്ലോ. എന്താ പേര്? അഭിലാഷ്. എവിടെയാണ്? എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. നമ്മുടെ പള്ളിപ്പുറം CRPF അല്ലേ? നമസ്കാരം മേഡം. സുഖമായിരിക്കുന്നു. ഇപ്പോൾ മഹാരാഷ്ട്രയിലായിരുന്നോ? അപ്പോൾ വന്നേ ഉള്ളൂ. ഇവിടെ തന്നെയാണ്. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്തോ പറ്റി എല്ലാം അടച്ച് സൂപ്പറായിട്ട് വെച്ചേക്കാണ്. ഇത് വെച്ചേക്കണ എന്തിനാണ്? വർക്കേരി ഇങ്ങോട്ട് അതെല്ലാം സേഫ് ആക്കി അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് പോയിട്ടില്ല, ഇതിനകത്തേനുണ്ട്. ഓക്കെ, ഇതിനകത്ത്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മളൊന്ന് ഈ ഡോറൊന്ന് അടയ്ക്കുന്നു. അത് വേറെ ഒന്നുമല്ല, ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വെളിയിൽ പോയാൽ അല്ലോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയ ഒരു കാര്യമൊന്നുമില്ല, പട്ടാളത്തേനും തന്നെ അല്ലേ, എപ്പോഴും സേഫ്റ്റി പ്രശ്നം കാണുന്നില്ലേ? പേപ്പറൊക്കെ വെച്ച് തുണിയൊക്കെ വെച്ച് കുത്തിക്കയറ്റി എല്ലാം വെളിയിൽ പോകാതെ സേഫാക്കി വെച്ചു. അപ്പോൾ നമ്മളെന്തായാലും അതാദ്യം നീക്കുന്നു. ഇതായിരിക്കുന്നു. ഞാൻ വരച്ച് കുറ്റിയുടെ അടിയിലായിരിക്കും. ഞാൻ കുറ്റി ചേർച്ച് നോക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചീറ്റി വിളിക്കുന്നു. അപ്പോൾ ഞാൻ വരച്ച് ഇതിൻ്റെ അടിയിലാണോ നോക്കാൻ പോയതാ. കണ്ടത് നന്നായി. രണ്ടാമത് വേറൊരു കേസുള്ളത്, ഇവർ പുറത്തേക്ക് പോകുമായിരുന്നു, ഫാമിലിയായിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് പൂട്ടിയിട്ട് പോയെങ്കിൽ ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഇത് സീൽഡാണ്, ഇതിനകത്തുനിന്ന് വെളിയിൽ പോകാൻ പറ്റില്ല. പിന്നെ ഉള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്തൂടെയും പോകാൻ പറ്റില്ല, അത് സീൽഡാണ്. സാധാരണ ഇതിൽ നമ്മുടെ ഈ വേസ്റ്റ് വെള്ളം പോകുന്നതെല്ലാം ഓപ്പൺ ആയിരിക്കും. അത് നല്ല കവേർഡ് നല്ല കവറേജ്. അപ്പോൾ ഇതിനകത്ത് കയറാനും സാധ്യത. ഇവിടെയും നല്ല കവർ. പക്ഷേ അവിടെ ഡോറില്ല. ഹോളിലേക്ക് പോകുന്ന സ്ഥലത്ത് ഡോറില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഹോളിനകത്ത് എന്തെങ്കിലും സാധനങ്ങളുടെ ഇടയിൽ ഇരിക്കാം. അവിടെ വാഷ് സ്പേസ് വേണം, അവിടെ ഇരിക്കാം. ഇങ്ങോട്ട് വർക്ക് ഏരിയയാണ്. ഈ വർക്ക് ഏരിയ പോയി കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങളും മറ്റു സാധനം വേറെ ഒന്നുമില്ല. അപ്പോൾ അതിപ്പോൾ അവിടേക്ക് ഇരിക്കും. അപ്പോൾ അറിയത്തില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ബെഡ്റൂമിലേക്ക് ഇവരെന്തായാലും മൊത്തത്തിൽ സീൽ ചെയ്ത് പോകത്തില്ല. അപ്പോൾ ആളില്ലാത്ത വീട്ടില്ല. അപ്പോൾ ചിലപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരാനുള്ളതുകൊണ്ട് പെട്ടെന്ന് മറ്റു റൂമുകളൊക്കെ തുറന്നു കിടക്കും. അപ്പോൾ അവിടെയൊക്കെ ഇദ്ദേഹത്തിന് ഇരിക്കാനുള്ള സാധ്യത. ഇതുണ്ടോ, ഇത് കുഞ്ഞനാണ്, അത്ര വലുതല്ല, എന്നാൽ ഇതാണ്ടോ, ഇതിന് വേണമെങ്കിൽ ഇതിൽ തൂങ്ങി മേപ്പോട്ട് കയറാം. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട്, ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകും. പക്ഷെ അതിനൊന്നും സാധ്യത. വേണ്ട, കുഞ്ഞൻ കണ്ടത് വളരെ നല്ലതായി, സന്തോഷമുണ്ട്. കാരണം ഇവർ പോയിരുന്നുവെങ്കിൽ ഇതിനെ കാണാനും പോകുന്നില്ല. ഇത് വേറെ എങ്ങോട്ടെങ്കിലും പോവുകയും ചെയ്യും. മക്കൾ കണ്ട് ഇവിടെ വന്നപ്പോൾ 4-5 കുഞ്ഞു മക്കളാണ് ഈ വീട്ടിൽ. അല്ലെങ്കിൽ പോലും ഇവരെപ്പോഴും ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. കേട്ടോ, ഇവരെപ്പോഴും ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞുമക്കൾ. ഇതുണ്ടോ, പിന്നെ ഗ്യാസിൻ്റെ അടിയിൽ ഇരിക്കാനുള്ള സാധ്യത വന്നത് ഇതിൻ്റെ അടിയിൽ നല്ല സ്പേസ് ഉള്ളതാണ്. ഇതിപ്പോൾ ഇതിനകത്തോടെ കയറി പോകണ്ട. ഇതിന് മാത്രമല്ല, വലിയ പാമ്പതികൾക്ക് ഇതിനകത്തോടെ കയറി പോകാൻ പറ്റും. ചെറുതിന് മാത്രം ഉണ്ടോ, നല്ല സൈസുള്ള നമ്മുടെ കൈയുടെ ഈ 3 വിരൽ കനമുള്ള അത് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഇതൊക്കെ വെക്കുമ്പോൾ പറ്റുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് സീൽ ചെയ്ത് സാധാരണ ഇതുപോലെ കബോർഡാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ ഇദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ്. കാരണം കുഞ്ഞൻ നമ്മൾ ഒരുപാട് കുഞ്ഞന്മാരെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇദ്ദേഹം ഇതിനകത്ത് സുഖമായിട്ട് വേണ്ട. പക്ഷേ ഇതിനകത്തൂടെ വെളിയിൽ പോകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം സീൽഡാണ്. ഇതിനകത്തൂടെ കയറി വരാനായിട്ട് സാധ്യതയില്ല, അത് സീൽഡാണ്. സാധാരണഗതിയിലൊക്കെ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഈ സിങ്കിൻ്റെ വാഷ് ബേസിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഹോൾ കാണും. ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ കയറി വരാറുണ്ട്. അപ്പോൾ നമ്മളിതിനെ ബോട്ടിലാക്കുകയാണ്. നമ്മൾ ഇദ്ദേഹത്തിനെ ബോട്ടിൽ ഇവിടെ ഉണ്ടോ?
ഫ്രിഡ്ജിൻ്റെ പുറത്തോ? ആ അടപ്പുണ്ട്. എല്ലാവരും നേരത്തെ റെഡിയാക്കി വെച്ചു. നമ്മൾ വന്നപ്പം അവർ കൺഫ്യൂഷനായി. അപ്പോൾ ഇതിന് നമ്മൾ പിടിച്ച പാമ്പുകളിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പിടിച്ച കുഞ്ഞന്മാരിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇതിന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, പടം എടുക്കുന്നില്ലായിരുന്നു. പടം എടുക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാം? പടം എടുക്കുന്നത് പെട്ടെന്ന് കടിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ പെട്ടെന്നത് കടിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ പെട്ടെന്ന് കടിക്കുന്നുണ്ടോ? ഇത് പെട്ടെന്ന് കടിക്കും. പടം എടുക്കാതിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല വേറെ പ്രത്യേകമുണ്ടോ? ചുവർപ്പാമ്പിൻ്റെ തല കണ്ടോ, ചുവർപ്പാമ്പിൻ്റെ ചുണ്ട് കണ്ടോ. നമ്മൾ സാധാരണ ചുവർപ്പാമ്പിൻ്റെ ചുണ്ടാണ് കണ്ടോ. ചുവർപ്പാമ്പിൻ്റെ പെട്ടെന്ന് ശ്രദ്ധിക്കും. ചുവർപ്പാമ്പിൻ്റെ സെയിം കണ്ണ് പോലെ കണ്ടോ. കണ്ട പെട്ടെന്ന് നമ്മൾ തലയും ഈ കണ്ണും മാത്രം കണ്ട പെട്ടെന്ന് ആയിരിക്കും ചുവർപ്പാമ്പാണ്, ചുരുട്ടയാണെന്ന് ആയിരിക്കും. അല്ല നല്ല ഇപ്പോൾ ഇതറിയാലോ, 3 മാസത്തോളം പ്രായം കഴിഞ്ഞ അതിഥിയാണ്, ഫീമെയിലാണ്. CR5 നമ്മൾ അതിർത്തി കാക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഗ്യാസ് കുറ്റിക്ക് അടുത്തിരുന്ന അതിഥി നമ്മൾ പിടികൂടി കുഞ്ഞു മുറുക്കനായിരുന്നു. എന്നുള്ള സമയങ്ങളിൽ ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. എന്തായാലും ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. എന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് ആറാലുമൂട്ടിൽ അടുക്കളയ്ക്കകത്തിരുന്ന ഗ്യാസ് കുറ്റിക്ക് അടിയിരുന്ന കുഞ്ഞു മുറുക്കൻ അതിഥി എടുത്ത് നിൽക്കുമ്പോഴാണ് മെഡിക്കൽ കോളേജ് BSNൻ്റെ താഴെ ഒരു വലിയ മൂർഖനതിഥിയെ കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അവിടെ വന്ന് പറമ്പ് മുഴുവനും വൃത്തിയാക്കി കിട്ടിയില്ല. പറമ്പ് ചപ്പായിരുന്നു. അതോടെ എനിക്ക് ഷർട്ടും മാറേണ്ടി വന്നു, ഷൂ മാറി, എല്ലാം ചെളിയായി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് അടുത്ത് മറ്റൊരു കോളും. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളല്ലൂർ, കിളിമാനൂർ കഴിഞ്ഞ് വെള്ളല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അവിടുത്തെ ജോലിക്ക് നിൽക്കുന്ന മാമന് വിറവെടുക്കാൻ വന്ന മാമൻ വിറവെടുത്ത് നോക്കിയപ്പോൾ വിറവ് അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. ഒരു അതിഥി ഇങ്ങനെ ചുരുണ്ടിരുന്നു. പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വലിയ പാമ്പാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ആ വീട്ടിൻ്റെ കോമ്പൗണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതിഥി ആരാണ്, എന്താണ്. ഇനി എന്തെങ്കിലും കിളിമാനത്തെ സംബന്ധിച്ച് പെരുമ്പാമ്പുള്ള സ്ഥലമാണ്, അണലിയുള്ള സ്ഥലമാണ്, മൂർഖനുള്ള സ്ഥലമാണ്, ക്രൈറ്റ് അഥവാ വെള്ളിക്കെട്ടിനുള്ള സ്ഥലമാണ്. പക്ഷേ വെള്ളിക്കെട്ടും പകലായിട്ട് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ചേരയും മറ്റൊക്കെ കാട്ടുപാമ്പൊക്കെ ഇഷ്ടം പോലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഇരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. പോകാം നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. മോനെ വിളിച്ചല്ലേ, സൗണ്ട് കേട്ടിട്ട്. എന്ത് ചെയ്യുന്നു മോനെ? എവിടെയാണ്? എത്ര നാളായി? 6 മാസം. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞേ? ഇതിനകത്താ? ആ ഇവിടെ ഒരാളുണ്ടല്ലേ. ഈ പാമ്പിനെ കണ്ടായിരുന്നോട്ടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അടിപൊളി. എന്താ മോൻ്റെ പേര്? ഇത് കാഴ്ച ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ ഇതിനകത്തോണ്ട് പോയിട്ടില്ലല്ലോ. ഇല്ലെങ്കിൽ ഇന്ന് ഈ മാമനെ ചാക്കി കയറ്റിക്കൊണ്ട് പോകും ഞങ്ങൾ. കണ്ടെന്ന് പറഞ്ഞ മാമനെ ഇതിനകത്ത് കണ്ടെന്ന് ഉറപ്പാണോ? പക്ഷെ കോഴി കിടക്കുന്നുണ്ടല്ലോ. മാമ കണ്ടോ? ആ കോഴി കിടക്കുന്നത്, കോഴി കൊക്കുന്നില്ല. അപ്പം കണ്ടല്ലേ, അവനും കണ്ടായിരുന്നു. ആ ആ കണ്ടു. അപ്പോൾ ഇവർ നമ്മൾ സമയം കളഞ്ഞില്ല. മാമനും കണ്ടു, ഓണർ കണ്ടു, ദൈവം കണ്ടു, എല്ലാവരും കണ്ടു, മോന് കണ്ടു. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞ് നമുക്ക് നോക്കാം ഇതാരാണ് നമ്മൾ അതിഥി എന്ന്. കോഴികൾ 3-4 ഉണ്ട്. 4 വലിയ കോഴി കുഞ്ഞ് കോഴി കിടപ്പുണ്ട്, മുട്ടയിടുന്ന കോഴികൾ. പക്ഷേ അനക്കൊരു പക്ഷേ ഒരു കോഴി മാത്രം കണ്ട ഇങ്ങനെ എന്തോ കണ്ട് ശ്രദ്ധിക്കും പോലെ നോക്കുന്നുണ്ട. തടി കാണുന്ന തടിയുടെ അടിയിലാണ് കണ്ടു എന്നവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ തടി ആയിട്ട് ഇങ്ങനെ പുറത്ത് കൊടുക്കുക എന്ന് പറയുന്നത് കട്ടിലിൻ്റെ തടിയാ പീസ എന്തൊക്കെയാണ്, നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ കോഴി എന്തായാലും വെളിയിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ കയ്യിലൊന്നും ആണി കൊള്ളാൻ നോക്കണം കേട്ടോ. അതിൽ ആണിയുണ്ട് കേട്ടോ. ഞാൻ പൊക്കണേ. പതുക്കെ അപ്പോഴൊന്നും കാണിക്കണ്ട. ആ പോട്ടെ മാമ പതുക്കെ എടുത്ത് പറ്റുമോ മാവനെ? ആ പോട്ടെ, ഞാൻ കൂടെ കൊണ്ടുവരാം. പോട്ടെ, കാലിൽ കൊള്ളാം. കോഴിക്കുട്ടന്മാരെ അങ്ങോട്ട് ഇറങ്ങിക്കേ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ മാവൻ കണ്ടു എന്നാണ് പറയണത്. എന്തായാലും പതുക്കെ ഇതിൻ്റെ അടിയിലൊന്നും കാണുന്നില്ല. പക്ഷെ ഇത് നോക്കി ചെയ്തില്ലെങ്കിൽ കോഴിക്കുട്ടന്മാരെ വെളിയിൽ പൊക്കോ, നിങ്ങൾ വെളിയിൽ പൊക്കോ. ഇതിനകത്തൊന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ ഒരു മാളമുണ്ട്.
അവർ 3-4 പ്രാവശ്യം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ നല്ല ചുരുണ്ടിരുന്നു എന്ന് പറഞ്ഞു. കുട്ടേരടിയിൽ കണ്ടാൽ പെട്ടെന്ന് നമ്മൾ കണ്ടാൽ വിചാരിക്കും എന്താണെന്ന് അറിയാം, കറുത്ത കളറിൽ സാധനം കണ്ടോ, മൂർക്കനെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ചേര ഉണ്ടോ, പടം പൊഴിക്കാറായ ചേര ഉണ്ടോ, കടിക്കുന്നുണ്ടോ, നല്ല കടിക്കണ്ട, പടം പൊഴിക്കാറായ ചേര കണ്ടോ, നല്ല കടിക്കണ്ട, കടിക്കാൻ വരുന്നുണ്ടോ, നല്ല പടം പൊഴിക്കാറായ ചേര കണ്ടോ, ചട്ട പൊഴിക്കുക. അതാണ് എനിക്ക് തോന്നുന്നത് കോഴിക്ക് അപകടമൊന്നും വന്നില്ലെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ കാട്ട് പോകുമ്പോൾ ചേരയോ ആവാം എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കറക്റ്റായി, ചേര പടം പൊഴിക്കാറായ ചട്ട പൊഴിക്കാറായ ചേര ഉണ്ടോ. അതാണ് ഈ കറുത്ത കളർ ചുരുണ്ട് അതിനകത്തിരുന്നത്. അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് നല്ല കോഴിയായിട്ടൊക്കെ നല്ല കമ്പനിയായിരുന്നു കണ്ടോ, നല്ല കറുപ്പ് പടം പൊഴിക്കുക. അതാണ് ഈ കളർ വന്നു കണ്ടോ, ചേര. കണ്ണ് കണ്ടോ, കണ്ണ് കണ്ടോ, കണ്ണ് നല്ല ഒരു നീല പോലെ കണ്ടില്ലേ, കണ്ണ് നീല പോലെ ഇരിക്കുന്നു. അതുപോലെ കറുപ്പ് നല്ല കറുപ്പാണ്. പടം ശകലം പൊളിഞ്ഞു വേണ്ട, പൊളിഞ്ഞപ്പോൾ മഞ്ഞ ഉണ്ടോ. ഇപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ പടം പൊഴിച്ചേനെ, പടം പൊഴിച്ചിട്ട് അതങ്ങ് വെളിയിൽ പോകാൻ. പിന്നെ ഇവന് ഈ കോഴിമുട്ടയൊന്നും അടിക്കുന്ന ഒരു സ്വഭാവം വിനോദം അവനില്ല. അവന് കൂടുതൽ എലി തന്നെയാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട. പക്ഷേ എന്നാൽ പക്ഷികളെയും കൂട്ടിക്കയറി പിടിക്കും, പക്ഷികളൊക്കെ പിടിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ലവ് ബേഴ്സിൻ്റെ കൂട്ടിലൊക്കെ ക്ലിയർ പിടിക്കാണ്ട്. അതുപോലെ മറ്റ് മരത്തിൻ്റെ മുകളിലൊക്കെ ക്ലിയറൊക്കെ കൂട് വയ്ക്കുമ്പോൾ, അതുപോലെ നമ്മളെ മരപ്പൊത്തിനകത്ത് മൂങ്ങ ഒക്കെ മുട്ടയിടുമ്പോൾ മറ്റേ പൊന്മാൻ ഭിത്തിയിലും അതുപോലെ കിണറ്റിനകത്തൊക്കെ മുട്ടയിട്ട് കുഞ്ഞുരിക്കുമ്പോൾ അവിടെയൊക്കെ പോയി പിടിക്കുന്ന ഒരു വിനോദം ഇവർക്കുണ്ട്. എനിക്കൊരു സംശയം, കോഴിക്ക് പ്രശ്നമൊന്നുമില്ല, കോഴി കൊക്കുന്നില്ല, ബഹളം വെക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ചേരയോ കാട്ടുപാമ്പായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ എനിക്ക് ഒരു കറക്റ്റ് വിളിച്ച മോൻ പറഞ്ഞു വലിയ മൂർഖനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയം വെക്കാൻ പോയില്ല, ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ പുള്ളി പറഞ്ഞ പോലെ ഇതാണ്ടല്ലോ ചേര. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ കളറിൽ നമ്മുടെ നാട്ടിൽ ഈ കളർ നോക്കിക്കോളാം, ഈ കളർ ചേരയ്ക്ക് മാത്രമേ ഉള്ളൂ. നല്ല കറി. എന്നാൽ നമുക്ക് കരിമൂർക്കൻ എന്ന് പറഞ്ഞ സാധനം ഇത് 2 പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കില്ലെന്ന് പറയാൻ നമ്മൾ പക്ഷേ അത് ഇവിടുത്തെ കേരളത്തിലുള്ളതല്ല, മഹാരാഷ്ട്രയിലുള്ളതാണ്. ഇവിടെ മഹാരാഷ്ട്രയിലെ മറ്റേതോ സംസ്ഥാനത്തുള്ളതാണ്. കളർ നമുക്ക് വണ്ടിയിലോ വാഹനത്തിലോ അങ്ങനെ വന്നതാണ് നമുക്ക് കിട്ടിയത്. ഇതുണ്ടോ, കണ്ണ് കണ്ടോ, നല്ല നാക്ക് നല്ല നീളത്തിൽ പുറത്തേക്ക് ഇടുന്നു. കണ്ണ് നല്ല നീല കണ്ടോ, പടം പൊഴിക്കാറാകുമ്പോൾ ആ ഒരു നീല കണ്ണ് കണ്ടോ, നീല വെച്ചാൽ പടം ഇളവി വരുന്നതാണ് കണ്ടോ, കണ്ടോ. നന്നായിട്ട് കടിക്കുകയും ചെയ്യും ഈ സമയത്ത് കണ്ടോ, ഈ സമയത്ത് നന്നായിട്ട് കടിക്കും പെട്ടെന്ന്. എന്നുവെച്ചാൽ പടം പൊഴിക്കാൻ കുറച്ചുകൂടി പെയിൻഫുള്ളായിരിക്കും, ശരീരം പെയിൻഫുള്ളായിരിക്കും. അപ്പം നമുക്ക് അത് കണ്ടോ പെയിൻഫുൾ. അപ്പോൾ അദ്ദേഹം കണ്ടത് ശരിയാണ്, 3-4 പ്രാവശ്യം അത് ചുരുണ്ട് താഴേക്ക് ഇറങ്ങിയെന്ന് പറയും. നമുക്ക് എന്തായാലും അവരുടെ പുറത്തോട്ട് പോകും, അവരെ കൂടെ ഒന്ന് കാണിച്ചു നോക്കട്ടെ, ഇത് തന്നെയാണോ മാവൻ കണ്ടതെന്ന് ചോദിക്കാം. കാരണം മാവൻ വ്യക്തമായിട്ട് മാവൻ കണ്ടപ്പോൾ തന്നെ മാവൻ ചാടി ഇറങ്ങി അങ്ങ് ഓടിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് തടിയിലിടയ്ക്ക് അല്ലെങ്കിൽ തടിയിലിടയ്ക്ക് തന്നെ ഇരുന്നു എന്ന് പറഞ്ഞു കണ്ടില്ലേ. സാധാരണഗതിയിൽ ഇത് കൂട്ടിക്കറി വലിയ മുട്ടകൾ എടുക്കാറില്ല. മുട്ടയിപ്പോൾ കുട്ടയ്ക്കകത്ത് ഇരിപ്പുണ്ട്, അവരുടെ മുട്ട കിട്ടുന്നുണ്ട്, മുട്ടയ്ക്കൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ അപൂർവമായിട്ട് മുട്ട വിഴുങ്ങിയ സംഭവങ്ങൾ ഞാൻ കണ്ടു, വലിയ ചേരിൽ വലിയ മുട്ട വിഴുങ്ങിയ സംഭവങ്ങൾ അപൂർവങ്ങൾക്കുണ്ട്. പക്ഷേ ഇതൊന്നും എടുത്തായിട്ട് തോന്നില്ല, കാരണം ഇവിടെ സ്ഥിരം മുട്ട അവർക്ക് കിട്ടുന്നുണ്ട്. പോകുന്നത് 4-5 കോഴിയുള്ളൂ. അപ്പോൾ അവർക്കറിയാലോ ഒരു കോഴി എത്ര മുട്ട ഇടുന്നു, എത്ര ദിവസമാണ് ഇത്തരയുടെ മുട്ട ഇടുന്നു അറിയാം. അപ്പോൾ മുട്ടയൊന്നും മിസ്സാവുന്നില്ല എന്നാണ്. പക്ഷേ ഇവന് നല്ല സൗകര്യം. ഈ തടിയുടെ ഇടയിൽ മുഴുവൻ എലിയായിരുന്നു, ഒറ്റ എലിയില്ല, എല്ലാത്തിനെയും അവൻ തട്ടി കണ്ടോ. എല്ലാത്തിനും തട്ടിയിട്ട് അവിടെ സുഖമായിരിക്കുമ്പോഴാണ് ഈ മാമൻ തടിയെടുക്കാൻ വന്നതും കണ്ടതും. അത് എന്താ പറയുക, പെട്ടെന്ന് ചുരുണ്ട് 2-3 പ്രാവശ്യം തടി എടുക്കുന്നതനുസരിച്ച് അടിയിലോട്ട് ചുരുണ്ട് പോയാൽ കാരണം ഈ പടം പൊഴിച്ചോണ്ടാണ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് എസ്കേപ്പായി പോയേനെ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ തടിയെടുക്കാൻ വന്ന മാമനെ പേടിപ്പിച്ച് ഓടിച്ച അതിഥിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇവർക്കൊക്കെ ഒരു സംശയം കാണും. ഇവരൊക്കെ ഞാൻ കുറച്ച് നേരത്തെ പറയുമ്പോൾ എനിക്ക് തോന്നി, കരിഞ്ചേര എന്നൊരു സാധനം, കേരളത്തിൽ കരിഞ്ചേര എന്നൊരു സാധനം നമ്മുടെ നാട്ടിലില്ല. പടം പൊഴിക്കാറാവുമ്പോൾ ഈ കളറിൽ കാണും, ചട്ട പൊഴിക്കാറാകുമ്പോൾ. അല്ല സാധാ നമുക്ക് ഇവർ 7-8 കളറിൽ കേരളത്തിൽ ചേരള കാണുന്നത്. പക്ഷേ കാട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല ടാറിൻ്റെ കളർ, ഞങ്ങൾ ഗവിയിലൊക്കെ പോകുന്നത് നല്ല ടാറിൻ്റെ കളറിൽ കറുത്ത ചേരയെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു ചേര തന്നെയാണ്. പക്ഷേ 6-7 കളറിൽ കാണുന്നത് റാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ചേര തന്നെയാണ്, വെനമസ് അല്ല. അതറിയാം, നമ്മൾ നന്നായിട്ട് കടിക്കും. ഇന്നത്തെ കണ്ണിൻ്റെ പിരിയ മൊത്തം കടിച്ച് നന്നായിട്ട് കീറിയിട്ടുള്ളതാണ് ചേരകൾ. അപ്പോൾ നന്നായിട്ട് കടിക്കുന്നറിയാം. ഇത് കടിച്ചു വേറെ കുഴപ്പമുണ്ടോ, പെട്ടെന്ന് കണ്ടാൽ ഒറ്റയടിക്കാരനും കണ്ടാൽ മൂർഖനാണെന്ന് വിചാരിക്കും. ചുരുണ്ടിങ്ങനെ ഇരുന്ന് പെട്ടെന്ന് വിചാരിക്കും കറുത്ത കളറുള്ള മൂർഖനല്ല. നോക്കിയുള്ളൂ, നല്ല മഞ്ഞ കണ്ടോ, പടം പൊഴിക്കും, നല്ല മഞ്ഞയാണ്. അപ്പോൾ എല്ലാ ചേരകളും പടം പൊഴിക്കാറാകുമ്പോൾ ഇതേ കളറാവും. എല്ലാ ചേരകളും ഇങ്ങനെ കളർ മാറി വരും. ഇനിയിപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് സന്തോഷമുണ്ടെന്ന് അറിയാം, ഒറ്റ എലിയില്ല അതിനകത്ത്, ഒരു എലി അതിനകത്തില്ല. ഒരു എലിയുടെ ഒരു 50 കൂട് ആ പെട്ടിക്കകത്തുണ്ടായിരുന്നു, ഒരു എലി അതിനകത്തില്ല. എല്ലാത്തിനും ഇദ്ദേഹം തട്ടി, എല്ലാത്തിനും. പക്ഷേ ഞാൻ ഇവർ ഇത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം വന്നപ്പോൾ, കോഴി കൊക്കുന്നില്ല, കോഴി അനങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മൂർഖനല്ല. മൂർഖനെ കോഴി ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. ബഹളം വെക്കുക മാത്രമല്ല, കോഴി അവൻ ഇന്നലെ രാത്രിയോ ഇന്നലെ മെനിയാന്നൊക്കെ തട്ടിയാൻ അതിനകത്ത് ഇന്നലെ വന്നിങ്ങനെ കൊന്നനെ. അറിയാലോ, ഒരു മൂർഖൻ പാമ്പ് കൂട്ടിക്കയറി കഴിഞ്ഞാൽ കിട്ടാവുന്നിടത്തേക്ക് കടിച്ചു കൊല്ലുക. തിന്നാൻ കഴിയില്ലെന്ന് അവന് മണ്ടൻ അറിയില്ല. തല മാത്രം ചപ്പി മെഴുങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അന്ന് ഒമക്തി ഛർദ്ദിച്ച് വെച്ചിട്ട് അങ്ങ് എഴഞ്ഞു പോകുന്നുണ്ടല്ലോ.
അപ്പോൾ ഓർക്കുക, ഈ കളറിൽ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടല്ല. ചേരയാണ്. ഇതാണ്ട് കണ്ണ് ഉണ്ടല്ലോ, നല്ല നീലക്കണ്ണ്, പടം പൊഴിക്കാനാകുമ്പോൾ നീലക്കണ്ണ്, നാവ് നല്ല നീളത്തിലുണ്ട്. കിങ് കോബ്ര നാക്ക് പുറത്തേക്ക് ഇടുന്ന കണക്ക് നല്ല നീളത്തിൽ നാവ് പുറത്തേക്ക് ഇടുന്നു. പിന്നെ അടിയിൽ മഞ്ഞ എപ്പോഴും കാണണമെന്നില്ല. അടിയിൽ മഞ്ഞ ഉള്ളത് മാത്രമല്ല ചേരയുണ്ട്. ഇതിൽ ചെറിയ മഞ്ഞയാണ്. പടം പൊഴിക്കാനാകുമ്പോൾ അടിയിൽ വെള്ള കളറാവും കേട്ടോ. അടിയിൽ വെള്ള വരും ചേരയുടെ ഒരു പ്രത്യേകത. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കിളിമാനൂർ വെള്ളല്ലൂർ നമ്മുടെ പ്രിയപ്പെട്ട മാമൻ തടിയെടുക്കാൻ സമയത്ത് കണ്ട മുട്ടക്കാട്ട മൂർഖൻ അല്ല, ചേരയായിരുന്നു എന്നുള്ളവർക്ക് ഇതാണ് നല്ല നീളത്തിലുണ്ടാ, നല്ല നീളം എന്ന് പറയുന്നത്. ചേര കടിക്കില്ല, നന്നായിട്ട് കടിക്കും, നല്ല മുറിവുണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, ഇവനുള്ള സ്ഥലത്ത് എലിയെ പിടിച്ച് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ വീടിനകത്തേക്ക് പാമ്പുകൾ വരത്തില്ല. എലിയെ പിടിച്ച് മാറ്റുമ്പോൾ പാമ്പുകൾ ഫുഡ് തേടിയാണല്ലോ നമ്മൾ. അപ്പോൾ ഇവ ഒറ്റ എലി അതിനകത്തില്ല, എന്ത് എലിയിരുന്ന സ്ഥലമെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഇവൻ നമ്മളെ വേറെ ഒന്നും ഉപദ്രവിക്കുന്നില്ലല്ലോ. അപ്പോൾ അവനെ തോട്ടിലോട്ട് അങ്ങ് വിടാം. പോരെ, തോട്ടിൽ താഴെ തോടല്ലേ, അങ്ങ് പൊക്കോളൂ, അവനെ അങ്ങ് വിടാം. ശരി. അപ്പോൾ അവർ പറഞ്ഞത് ചേരയല്ലേ, കുഴപ്പമില്ല, വിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേരയാണ്ടവൻ പാവം, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. കാരണം അതിനെയൊക്കെ ചേരയിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് ഒരു കാര്യമില്ല. അതിന് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അങ്ങ് പോവും. എന്താണെന്ന് നോക്കി ഞാൻ വെള്ളത്തിലോട്ട് വിടാൻ പോകണം. കണ്ട, അത് പാവം എവിടെയെങ്കിലും കയറി അങ്ങ് സുഖമായിട്ട് ജീവിച്ചോളൂ, അടിപൊളിയായിട്ട്. കണ്ട, ഇന്ന് രാത്രിയോ നാളെയോ പടം പൊഴിക്കും. പടം പൊഴിച്ചിട്ട് അടുത്ത് ഫുഡ് തേടി അങ്ങ് പോവാണ്. അത് ഏതെങ്കിലും മാളത്തിരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ചപ്പിനകത്തിരുന്ന് പടം പൊഴിക്കും. എന്നിട്ട് നാളെ ഫുഡ് തേടി. ഇത് പെരുമ്പാമ്പുള്ള സ്ഥലമാണ്. പെരുമ്പാമ്പ് ഇന്ന ധാരാളം കാണാൻ സാധ്യതയുള്ളൊരു തോടാണിത്. അടുക്കളയിൽ നിന്നും കോഴിക്കൂട്ടിൽ നിന്നും 2 അതിഥികളെ പിടികൂടി ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെയും നന്ദി, നമസ്തേ.